guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. സോ ബേസിക് റെസിപ്പിയാണ്. നമുക്ക് അപ്പം പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ തേങ്ങയില്ലാതെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒരുപാട് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം, ഇല്ലെങ്കിൽ മേലെ ഐക്കാർട്ടിലുണ്ടാവും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ചോറ് ചേർത്ത് അരച്ച അപ്പം മാവാണിത്. നമുക്ക് കപ്പി കാച്ചി അപ്പം മാവ് ഉണ്ടാക്കാം, ചോറ് ചേർത്തിട്ട് അപ്പം മാവ് ഉണ്ടാക്കാം. തേങ്ങയില്ലാതെ അപ്പം മാവ് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. കപ്പി കാച്ചി എടുക്കുന്നതിനെക്കാട്ടിലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു അപ്പം മാവാണ്. സോ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്ത എനിക്ക് ഇതുവരെ ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം. ഇന്ന് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് കടലക്കറിയുടെ കൂടെയാണ്. സോ ഈ കടലക്കറിയുടെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞുടനെ പോസ്റ്റ് ചെയ്യാം. അപ്പം എന്തായാലും എങ്ങനെയാണ് ഈ ഒരു അപ്പം മാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. മാവ് മാത്രമല്ല, എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് അപ്പത്തിൻ്റെ മാവ് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 2 കപ്പ് പച്ചരി വെള്ളത്തിൽ ഏകദേശം ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്നതാണ് കേട്ടോ ഇത്. ഒരു എക്സസ് വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ മിക്സഡ് ജാറിലേക്ക് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുകയാണ്, പച്ചരി മിക്സഡ് ജാറിലേക്ക് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലും അരച്ചെടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് കേട്ടോ, ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 2 വലിയ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സഡ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അരി കുതിർക്കാൻ വെച്ച അതേ വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പോവാണ്. ഇതേമാതിരി ഇനി ഒരു ബാച്ച് കൂടെ വരും, പച്ചരി കൂടെ അത് 3 കൂടെ ഉണ്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഈ കൂട്ടിൻ്റെ ഒപ്പം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ മാവ് 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ, ഞാനിപ്പോൾ രാത്രിയാണ് അത് അരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ എന്തെങ്കിലും വെച്ചിട്ട് തലേ ദിവസം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഏകദേശം ഒരു 5-6 മണിക്കൂർ മാവ് പുളിക്കാൻ വേണ്ടി വയ്ക്കണം. അതിനുശേഷം നമുക്ക് നാളേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിത്തിൻ 10 സെക്കൻഡ്സ് പിറ്റേ ദിവസമാവും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ മാവ് പുളിച്ച ശേഷമുള്ളത് കാണിച്ചു തരാം. അപ്പത്തിൻ്റെ മാവ് പുളിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം രാവിലെ വരെ മാവ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയില്ല, ഇതിപ്പോൾ വൈകുന്നേരമാണ്. സോ ഞാൻ മാവ് ഇനി ഒരുപാട് പുളിച്ചിട്ട് പൊങ്ങി പോകണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചായിരുന്നു കേട്ടോ. മാവ് ഇതുവരെ പൊങ്ങിയത് കണ്ടോ, ലെയർ ഇതുവരെ പൊങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതേമാതിരി ഇതിപ്പോൾ ഞാൻ ഇതുവരെ മാവ് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മാവ് നല്ലോണം തിന്നാക്കിയിട്ട് എടുക്കണം. ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിന്നാക്കിയിട്ട് എടുക്കാം. കണ്ടോ, ഇത്രയും വെള്ളമാക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാനുണ്ട്, കാരണം സൈഡത്തേക്ക് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചുട്ട് തുടങ്ങാം. അതായത് ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടിയുള്ള മാവിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി തിന്നായി, ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കാണ്.
ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ ചെയ്യാം, ചട്ടിയിൽ ചെയ്യാം. അപ്പത്തിൻ്റെ തന്നെ ചട്ടിയിൽ കിട്ടും ഈ ഒരു ഷേപ്പിൽ. ചീനച്ചട്ടിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കുഴി ഉണ്ടാവുന്നേ ഉള്ളൂ, ബട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം വരും. ഞാൻ ഇന്ന് നോൺ സ്റ്റിക്കിൽ ചെയ്യാം. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. സോ മാവൊന്ന് ഇളക്കിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1.5 കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് വരും. എന്നിട്ട് അറിയാലോ, ഞാനതിന് മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 3-4 മിനിറ്റ്, 2-3 മിനിറ്റ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് നോക്കാം. കണ്ടോ, അറ്റമൊക്കെ ഇങ്ങനെ വിട്ടു വന്നിരിക്കുന്നത്. നമുക്ക് തവി തന്നെ വേണമെന്നില്ല, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കയ്യിലുണ്ട്. കണ്ടോ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.